ഷാഫി പറമ്പിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് 1.5 ലക്ഷത്തിലേറെ വോട്ടിന് ജയിച്ച കേരളത്തിലെ എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും ഒരേപോലെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന താരപരിവേഷമുള്ള നേതാവാണ്. ഞാൻ ഷാഫിയെ പലപ്പോഴും വിശേഷിപ്പിക്കാറ് മലയാള സിനിമയിലെ ദുൽഖർ സൽമാനെ പോലെ, കോൺഗ്രസ് പാർട്ടിയിലെ ദുൽഖർ സൽമാനാണ് ഷാഫി എന്ന് പറയാറുണ്ട്. നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ എന്നുവേണ്ട പ്രായമായ മുത്തശ്ശിമാർക്ക് പോലും ഒരേപോലെ ഇഷ്ടമുള്ള, ഇതര രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം അസൂയ തോന്നുന്ന രൂപത്തിലുള്ള ജനബന്ധമുള്ള നേതാവാണ് നമ്മുടെ MP ആയ ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ എതിരെ നടക്കുന്ന അക്രമം ഇതാദ്യത്തേതല്ല. നേരത്തെ അവർ വടകരയിൽ വെച്ച് തടയാൻ ശ്രമിച്ചു, പലതവണ അവർ ആക്രമിക്കാൻ ശ്രമിച്ചു, രാഷ്ട്രീയമായി ആക്രമിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പോ KSU ജയിച്ചിടത്ത് കുട്ടികൾ നടത്തുന്ന പ്രകടനം കാണുവാൻ, അവരെ അഭിവാദ്യം ചെയ്യുവാൻ പേരാമ്പ്രയിൽ കാലുകുത്തിക്കില്ല എന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഈ പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ത്രീധനം കിട്ടിയതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. TP രാമകൃഷ്ണന് ഈ നിയോജക മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ വരാമെങ്കിൽ, വടകര പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഷാഫി പറമ്പിലിന് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി സെഗ്മെന്റിലും ജനങ്ങളെ കാണുവാനും വരുവാനുമുള്ള സമ്പൂർണമായ അധികാരമുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ നീതിപാലകരായിരിക്കണം. ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ പേരാമ്പ്രയിൽ മനുഷ്യന് ഭ്രാന്തളകിയാൽ ചങ്ങലക്കിടും. ചങ്ങലക്ക് ഭ്രാന്തളകിയ ഒരവസ്ഥയാണ്. പോലീസുകാര് നീതിപാലകരുടെ വേലയെല്ലാം മാറ്റിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ആജ്ഞാനുവർത്തികളായി മാറി അവർ കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തകരുടെ മേൽ കുതിര കയറാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഭരണത്തിനി അധിക നാളുകളില്ല. സഖാവ് പിണറായി വിജയന്റെ ഭരണം അവസാനത്തെ അത്തയ്യാത്തിലിരിക്കുകയാണ്. അവസാനത്തെ അത്തയ്യാത്തെന്ന് ഞാൻ പറഞ്ഞാൽ പാറക്കലിന് മനസ്സിലാവും, MK രാഘവൻ അത് മനസ്സിലാവില്ല. ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവസാനം ഇരുന്നൊരു പ്രാർത്ഥനയില്ലേ, അത് കഴിയുന്നതോടുകൂടി നിസ്കാരം തീർന്നു. അതുകൊണ്ട് ഈ ഭരണം തീരാൻ ഇനി അധിക ദിവസം നമ്മൾ ആരും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ഒരു സിനിമ പണ്ട് കണ്ടിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമയിൽ ബാലൻ K നായർ കിടക്കുന്നത് പോലെ ഒരു കിടപ്പ ഈ പിണറായി വിജയന്റെ സർക്കാർ. എല്ലാം ഇരുന്ന പായെ തന്നെ, തീറ്റിയും കുടിയും വിസർജനവും, ഇങ്ങനെ സമയം കാത്തു കഴിയ. അങ്ങനെയുള്ള ഒരു സർക്കാർ നാളെ നിങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടാകും എന്ന് കരുതി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 5-6 മാസം കഴിഞ്ഞാൽ കാലം മാറും, ഭരണം മാറും. UDFന്റെ ആൺകുട്ടികളായ നേതാക്കൾ